നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോക്സഭയിലെ ചർച്ചയും അതിനുള്ള മറുപടിയുമാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വാർത്താ പ്രാധാന്യം നേടുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സഭയിൽ സംസാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചിരിക്കുന്നത്. അമിത്ഷായുടെ പ്രസംഗത്തിന് ഇപ്പോൾ ശശി തരൂർ MP കൈയടിച്ചതും വാർത്തയാവുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം പലപ്പോഴും മോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട്, മോദി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അത് കോൺഗ്രസിനുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും അദ്ദേഹത്തെ തഴയുന്ന ഒരു കാഴ്ചപ്പാട് കാണുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനാക്കം കൂട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ അവിടെ പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അമിത്ഷാ പ്രതിപക്ഷത്തെ വിമർശിക്കുമ്പോൾ ശശി തരൂർ MP കൈയടിച്ചത്. ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ വധിച്ചെന്ന് അമിത്ഷാ സഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പഹൽഗാം ആക്രമണം നടത്തിയ സുലൈമാൻ, അഫ്ഗാൻ, ജിംറാൻ എന്നീ 3 പേരെയാണ് തിങ്കളാഴ്ച വധിച്ചതെന്നും ഷാ വ്യക്തമാക്കി. അമിത്ഷായുടെ പ്രസംഗത്തെ BJP അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചാണ് സ്വീകരിച്ചത്. ഇതിനിടെയാണ് തരൂരും കയ്യടികളോടെ മന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തത്. രാജ്യ താൽപര്യമാണ് തനിക്ക് വലുതെന്ന് തരൂർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പല കാര്യത്തിലും കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി മറുപടി പറയാനായിട്ട് എണീറ്റപ്പോൾ അദ്ദേഹത്തെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ പ്രതിപക്ഷം കൂവുകയും കളിയാക്കുകയൊക്കെ തന്നെ ചെയ്തപ്പോൾ അമിത്ഷാ അതിനിടയിൽ നിന്ന് എണീറ്റ് നിന്ന് അദ്ദേഹം വളരെ രൂക്ഷമായ രീതിയിലാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചിരിക്കുന്നത്. ആ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു റീല് പോലെ അത് കട്ട് ചെയ്തിട്ട് വലിയ രീതിയിൽ തന്നെ വൈറലാവുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് പാകിസ്ഥാനോട് ഇത്രയ്ക്ക് കോൺഗ്രസിൻ്റെ കൂറ്, അതുകൊണ്ടാണ് ഇനിയും 20 വർഷം അവിടെ തന്നെ കോൺഗ്രസ് ഇരിക്കും, പ്രതിപക്ഷം അവിടെ തന്നെ 20 വർഷം ഇരിക്കുമെന്ന് പറഞ്ഞ ഡയലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ പ്രചരിക്കുന്നത്. ഏതായാലും ഈ ഒരു പാർലമെന്റിൽ ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ചയ്ക്ക് താൻ സംസാരിക്കില്ലെന്ന് ശശി തരൂർ നേരത്തെ തന്നെ നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ ആദ്യം തന്നെ അറിയിച്ചു വെച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തെ നയിച്ച ശശി തരൂരുമായി പല അഭിപ്രായ ഭിന്നതകളും പാർട്ടിക്കിടയിൽ നിലനിൽക്കുന്ന വേളയിലാണ് ചർച്ചയിൽ താൻ സംസാരിക്കുന്നില്ല എന്ന നിലപാട് ശശി തരൂർ എടുത്തത്. ഏതായാലും കോൺഗ്രസിന് വേണ്ടി ലോക്സഭാ കക്ഷി ഉപനേതാവ് ഗൗരവ് ഗൊഗോയിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ എന്നീ 3 കോൺഗ്രസ് MPമാരും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കശ്മീരിൽ ഓപ്പറേഷൻ മഹാദേവിൽ 3 ഭീകരരെയാണ് വധിച്ചത്. ആ 3 ഭീകരരും ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ആക്രമണം നടത്തിയവരാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിലാണ് കൊല്ലപ്പെട്ടത് ലഷ്കർ ഭീകരരാണെന്ന് മന്ത്രി വ്യക്തമാക്കിയത്. കൊല്ലപ്പെട്ട ഭീകരരുടെ പാകിസ്ഥാൻ ബന്ധം വ്യക്തമാക്കുന്ന വോട്ടർ ID-യും ചോക്ലേറ്റും ഉൾപ്പെടെ കണ്ടെത്തിയെന്നും അമിത്ഷാ പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ബൈസരൻ താഴ്വരയിൽ നിരപരാധികളായ സാധാരണക്കാരെ അവരുടെ മതം ചോദിച്ച് ബന്ധുക്കൾക്ക് മുമ്പിൽ കൊലപ്പെടുത്തി. അന്നത്തെ ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 ഭീകരരെയും കരസേനയും CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത ദൗത്യത്തിൽ വധിച്ചു. ലഷ്കർ കമാൻഡർ സുലൈമാൻ ഷാ, അഫ്ഗാൻ, ജിംറാൻ എന്നിവരെയും ആക്രമണത്തിന് ശേഷം അവർക്ക് അഭയം നൽകിയവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്ക് സഹായം നൽകിയവരെ നേരത്തെ പിടികൂടിയിട്ടുണ്ട്. ഭീകരരുടെ മൃതദേഹം ശ്രീനഗറിൽ എത്തിച്ചാണ് തിരിച്ചറിഞ്ഞത്. പഹൽഗാം ആക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഭീകരരെ പിടികൂടാൻ പദ്ധതിയൊരുക്കി. അവർ രാജ്യം വിട്ടു പോകാതിരിക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി. ദച്ചിഗ്രാം വനമേഖലയിൽ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നതായി മെയ് 22-ന് രഹസ്യ വിവരം ലഭിച്ചു. പിന്നാലെ സുരക്ഷാ സേന പട്രോളിംഗ് ശക്തമാക്കി. ജൂലൈ 22-ന് ഭീകരരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിച്ചു. എല്ലാം സ്ഥിരീകരിച്ച ശേഷമാണ് മാധ്യമങ്ങളെ വിവരം അറിയിച്ചത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ റൈഫിളുകളും 20ഓളം ഗ്രനേഡുകളും ഭീകരർ ഒളിച്ച് താമസിച്ച സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ശക്തിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ലോകം കണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ ആയുധങ്ങൾ പാക് ആയുധങ്ങളുടെ ശേഷിയെ തുറന്നു കാട്ടി. ഇന്ത്യൻ സേന പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് തെളിയിച്ചു. പാക് വ്യോമസേന താവളങ്ങൾ ഇപ്പോഴും ICUവിലാണ്.
ഇപ്പോൾ എങ്ങനെ എവിടെ തിരിച്ചടിക്കണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. 22 മിനിറ്റിൽ പഹൽഗാമിനെ ആക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകി. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നിൽ പാകിസ്ഥാനിന് ഒന്നും തന്നെ ചെയ്യാനായില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സൈനികരുടെ ധീരതയുടെ വിജയാഘോഷമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇന്ത്യക്കൊപ്പം നിൽക്കാത്തവരെ പാഠം പഠിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് ഇന്ത്യയുടെ വിജയോത്സവത്തിന്റെ സമ്മേളനമാണ്, ഭീകരരുടെ ആസ്ഥാനം തകർത്തതിന്റെ ആഘോഷമാണ്, രാജ്യത്തെ സേനകളുടെ ധീരതയുടെ വിജയാഘോഷം. താൻ പറയുന്നത് ഇന്ത്യയുടെ പക്ഷമെന്നും മോദി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ പഹൽഗാമിൽ കണ്ടത് ക്രൂരതയുടെ ഉച്ചകോടിയാണ്. ഇന്ത്യയിൽ കലാപം പടർത്താനുള്ള ശ്രമം ജനങ്ങൾ തകർത്തു. വിദേശത്തു നിന്നെത്തി ഉടനെ തിരിച്ചടിക്ക് നിർദ്ദേശം നൽകി. സേനകൾക്ക് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയെന്ന് മോദി പറഞ്ഞു. ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. നൽകിയത് ഭീകരരുടെ ഉറക്കം കെടുത്തുന്ന മറുപടിയാണ്. അതും വെറും 22 മിനിറ്റിലാണ്, അല്ലെങ്കിൽ 22 മിനിറ്റ് കൊണ്ടാണ് ഏപ്രിൽ 22 ആക്രമണത്തിന് മറുപടി നൽകിയത്. പാകിസ്ഥാനെ അടിമുടി വിറപ്പിച്ചു. പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പാക് ആണവ ഭീഷണി വ്യാജമെന്ന് തെളിയിക്കാനായി എന്ന് മോദി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പാകിസ്ഥാനും അടിമുടി വിറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനും അവസാനം പേടിച്ച് വിറച്ചു എന്നുള്ളത് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൽ സംശയമുള്ളത് നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ പ്രതിപക്ഷത്തിനാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മറുപടി പറയേണ്ടി വന്നതും. ഏതായാലും കോൺഗ്രസിനെതിരെയും പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്തെ ധീരന്മാരെ കോൺഗ്രസ് പിണക്കാത്തത് ദൗർഭാഗ്യകരമെന്നാണ് മോദി വിമർശിച്ചത്. പഹൽഗാം കൂട്ടക്കൊലയിലും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു. കോൺഗ്രസിന് ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് മോദി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പരത്തുന്നത് അതിർത്തിക്കപ്പുറത്തു നിന്നും പറയുന്നതാണ്. പാക് കള്ളങ്ങൾ ചിലർ ഏറ്റെടുക്കുന്നുവെന്നാണ് മോദി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യം സൈനിക രംഗത്ത് കൈവരിച്ച പുരോഗതി ലോകം കണ്ടു. മുൻപ് ഭീകരാക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതിയിരുന്നു. ഇന്ത്യ അതിർത്തി കടന്നുവന്ന് വധിക്കുമെന്ന് ഇവർക്ക് ബോധ്യമായി. ഇന്ത്യയിൽ ആക്രമണം ഉണ്ടായാൽ ഇന്ത്യ സ്വയം നിശ്ചയിക്കുന്ന രീതിയിൽ തിരിച്ചടി നൽകും. ഒരു ആണവ ഭീഷണിക്കും രാജ്യം വഴങ്ങില്ല. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയെ ഒരു രാജ്യവും എതിർത്തില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ അനുകൂലമായി പ്രസ്താവന നടത്തിയത് 3 രാജ്യങ്ങൾ മാത്രമാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. ആദ്യ സർജിക്കൽ സ്ട്രൈക്കിൽ ഭീകരരെ അയക്കുന്ന കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചത്. ബലാക്കോട്ട് ആക്രമണത്തിൽ പരിശീലന കേന്ദ്രങ്ങൾ തകർക്കാനാണ് തീരുമാനിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകരരുടെ സ്ഥിരാ കേന്ദ്രങ്ങളാണ് തകർത്തത്. ഭീകര കേന്ദ്രങ്ങളാകും തകർക്കുക എന്നത് ആദ്യമേ പ്രഖ്യാപിച്ചതാണ്. ഇന്ത്യൻ സേന ആദ്യ രാത്രി തന്നെ 100% ലക്ഷ്യം കൈവരിച്ചു. പാകിസ്ഥാൻ സേനയോട് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞതാണ്. ലോകത്തോട് പറഞ്ഞത് ഇന്ത്യ പാലിച്ചു. എന്നാൽ പാകിസ്ഥാൻ നാണമില്ലാതെ ഭീകരവാദികളുടെ പക്ഷം പിടിച്ചു. നീന്തൽ കുളത്തിൽ കിടക്കുമ്പോഴാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് അറിഞ്ഞതെന്നും പാകിസ്ഥാൻ നേതാക്കൾ പറഞ്ഞു. പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത അടി കിട്ടിയപ്പോഴാണ് വെടിനിർത്തൽ ഇങ്ങോട്ട് അപേക്ഷിച്ചത്. ലോകത്തെ ഒരു നേതാവും ഇന്ത്യയുടെ സൈനിക നീക്കം നിർത്താൻ ആവശ്യപ്പെട്ടില്ല. JD വാൻസ് തന്നെ വിളിച്ചപ്പോൾ ആദ്യം എടുക്കാൻ കഴിഞ്ഞില്ല, പിന്നീട് തിരിച്ചു വിളിച്ചാണ് സംസാരിച്ചത്. പാകിസ്ഥാൻ വലിയ ആക്രമണം നടത്താൻ പോകുന്നു എന്നാണ് JD വാൻസ് അറിയിച്ചത്. പാകിസ്ഥാൻ വലിയ ആക്രമണം നടത്തിയാൽ അതിനേക്കാൾ വലിയ തിരിച്ചടി നൽകുമെന്നാണ് വാൻസിനെ അറിയിച്ചത്. ഇന്ത്യയുടെ തിരിച്ചടി എന്തായിരിക്കുമെന്ന് പാകിസ്ഥാന് മനസ്സിലായി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാനെ എന്തെങ്കിലും ദുസ്സാഹസം കാണിച്ചാൽ കടുത്ത മറുപടി തന്നെ നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വിഷയങ്ങൾക്ക് പാകിസ്ഥാനെ ആശ്രയിക്കുന്നുവെന്ന് മോദി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ വിഷയങ്ങൾ കോൺഗ്രസിന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. സേനകളുടെ മനോവീര്യം തകർക്കാനും ജനങ്ങൾക്കിടയിൽ അവിശ്വാസം പരത്താനും ശ്രമം നടത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ തന്ത്രത്തിന്റെ പ്രചാരകരായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞ ഉടൻ കോൺഗ്രസ് തെളിവ് ചോദിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് സർജിക്കൽ സ്ട്രൈക്ക് തങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടു. അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ പിടിയിലായപ്പോൾ മോദി പെട്ടെന്ന് പലരും അടക്കം പറഞ്ഞു, രാജ്യത്തിന്റെ ശക്തി കൊണ്ട് അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ചുകൊണ്ടുവരാനായി. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ പാകിസ്ഥാനിൽ അകപ്പെട്ട BSF ജവാനെയും ഒരു പരിക്കുമില്ലാതെ തിരിച്ചെത്തിച്ച കാര്യവും മോദി ഓർമ്മിപ്പിച്ചു. ഏതായാലും കൃത്യമായി തന്നെ എന്താണോ പ്രതിപക്ഷത്തിന് വേണ്ടത് അതിനുള്ള മറുപടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അനാവശ്യമായിട്ടുള്ള പല സംശയങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള മറുപടിയാണ് അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപും പലപ്പോഴും പല വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അമിത്ഷാ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആരെങ്കിലും
ആരെങ്കിലും പട്ടാളക്കാരോ ഇവിടുത്തെ ആരെങ്കിലും സൈനികരോ എന്തെങ്കിലും പ്രശ്നമില്ലാതെ അവർ സുരക്ഷിതരായി എത്തിയോ എന്ന് ഇതുവരെയായിട്ടും പ്രതിപക്ഷം ചോദിച്ചിട്ടില്ല. അവർക്കറിയേണ്ടത് തെളിവുകൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈകി എന്നുള്ളതിനുള്ള ഉത്തരമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാണ് തിരിച്ചടിച്ചതെങ്കിലും അതിൽ പാകിസ്ഥാൻ ഒരു കാലത്തും മറക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഈ തിരിച്ചടി ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള വാക്കും കൂടി, അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള ഭീഷണി കൂടി ഇന്ത്യ മുഴക്കിയിട്ടുണ്ട്.